ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ 2024-25 വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രവർത്തനം 1, നെക്രോൽ ഫിക്ര വനുജീബു. താഴെ നമുക്കൊരു ഫിക്ര തന്നിട്ടുണ്ട്. ഫിക്ര എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് അവരുടെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഫിക്ര വായിക്കാം. കാനഫി ഓബത്തിൻ അസദുൻ. എന്താണ് ഓബ എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. ഹുവ മലിക്കുൽ ഓബ. അവരാരായിരുന്നു? കാട്ടിലെ രാജാവായിരുന്നു. യൗമിൻ റാ അൽ അസദ് കിർദൻ യജ്ലിസു അല ഷജറ. ഒരു ദിവസം നമ്മുടെ അസദ് ലയന് കണ്ടു ഒരു കുരങ്ങൻ ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്നതായിട്ട് കണ്ടു. കാനൽ കിർദു എർത്തജിഫു മിനൽ ബർദി ഷദീദ്. അപ്പോൾ എന്ത് ചെയ്തു? കിർദ് ആ സമയത്താണ് അപ്പോൾ നമ്മുടെ കിർദ് ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ആകെ ഇരുന്നിട്ട് വിറക്കുകയാണ്. നഷഫൽ അസദുൽ കിർദ്. അപ്പോൾ നമ്മുടെ സിംഹം പോയിട്ട് കുരങ്ങിന് ഇങ്ങനെ തോർത്തി കൊടുക്കുകയാണ്. കാലൽ അസദ് അന വഹീദ്. അപ്പോൾ അസദ് പറയാണ്, അന വഹീദ്, ഞാൻ ഒറ്റക്കാണ്. നെദ്ഹബു ഇലാ ബൈത്തി, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. വാഴ്ത്തൽ അസദു ലഹു മൗസൻ. അങ്ങനെ അസദ് എന്ത് ചെയ്തു? ഒരു മൗസൻ, ഒരു പഴം എടുത്തിട്ട് കൊടുത്തു. സ്വാറൽ അസദു അൽ കിർദു സ്വദീഖൈനി. അപ്പോൾ അങ്ങനെ അസദും കിർദും നമ്മുടെ കുരങ്ങനും സിംഹവും കൂട്ടുകാരായി എന്നാണ് പറയുന്നത്. ഇനി താഴെയുള്ള ചോദ്യം നോക്കാം. നുജീബു മൻ മലിക്കുൽ ഓബ. ആരാണ് മലിക്കുൽ ഓബ എന്ന് പറയുന്നത്? കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് ആരാണ്? അസദ് ആണല്ലേ. അപ്പോൾ അവിടെ അസദ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അസദ്. ദെൻ അയിന് യജ്ലിസുൽ കിർദ്. എവിടെയായിരുന്നു കിർദ് ഇരുന്നിട്ടുണ്ടായിരുന്നത്? അല ഷജറ. ഓക്കെ, അപ്പോൾ അവിടെ എഴുതാം. ഒന്നുകിൽ നിങ്ങൾക്ക് എഴുതാം യജ്ലിസുൽ കിർദു അല ഷജറ എന്ന് എഴുതാം, അല്ലെങ്കിൽ അലൽ ഷജറ എന്നും എഴുതിയാലും കുഴപ്പമില്ല. അല ഷജറ. മൂന്നാമത്തെ ചോദ്യം, മാതാ അത്തൽ അസദുൽ കിർദ്. എന്താണ് അസദ് കിർദിന് കൊടുത്തത്? എന്താ കൊടുത്തത്? മൗസൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മൗസൻ എന്ന് എഴുതുക. മൗസൻ. ഇനി അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യമാണ്. നെഹ്താറുൽ അജ്വിബ അസ്വഹീഹ. ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. ഇല ഐനത്ത് ദഹബൽ അസദുൽ കിർദ്. എവിടേക്കാണ് അസദും കിർദും പോയത്? ഇല ബൈത്തിൽ കിർദ്, കിർദിൻ്റെ വീട്ടിലേക്ക്. ഇല ബൈത്തിൽ അസദ്, അസദിൻ്റെ വീട്ടിലേക്ക്. ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. എവിടേക്കാണ് പോയത്? ഇലൽ ബൈത്തിൽ അസദ്, അസദിൻ്റെ വീട്ടിലേക്കാണ് പോയത് അല്ലേ. അഞ്ചാമത്തെ ചോദ്യം, ഐന തജ്രി ആദിഹിൽ കിസ്സ. എവിടെയാണ് ഈ കിസ്സ നടക്കുന്നത്? എവിടെയാണ് ഈ സ്റ്റോറി നടക്കുന്നത്? ഫിൽ ഓബ, കാട്ടിൽ. ഫിൽ മദ്രസ, സ്കൂളിൽ. ഫിസൂക്ക്, അങ്ങാടിയിൽ. എവിടെയാണ്? ഫിൽ ഓബ, കാട്ടിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ തന്നിട്ടുള്ള പാരഗ്രാഫ് കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതുക. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അപ്പോൾ 1-2 തവണ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫാസിൽ ബബ് ആ സ്വദീഖാനി. ഫാസിലും ബബ് ആവും കൂട്ടുകാരാണ്. യൗമൻ, ഒരു ദിവസം. ഇൻതവറൽ ബബ് ആ ഉർജു സ്വദീഖിഹി ഫാസിൽ മിനൽ മദ്രസ. ഒരു ദിവസം ബബ് ആ കണ്ടു എന്താണ്? ഫാസിൽ സ്കൂളിൽ നിന്ന് മടങ്ങുന്ന സമയത്ത്. ജാ ഫാസിൽ മുതഹിറൻ. ഫാസിൽ എന്താണ്? കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. വദാറ ബൈനഹുമാ ഹിവാർ. അപ്പോൾ അവർ തമ്മിലുള്ള ഹിവാറാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നുക്കമ്മിലുൽ ഹിവാർ, ഒരു ഹിവാർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഫാസിൽ എന്തോ പറയുന്നുണ്ട്, ബബുവാവും എന്തോ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്നുകിൽ സലാം പറഞ്ഞു തുടങ്ങാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ച് തുടങ്ങാം? സ്വബാഹൽ നൂർ ഹൈർ വെച്ച് തുടങ്ങാം അല്ലേ. സ്വബാഹൽ ഹൈർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം നമ്മൾ? സ്വബാഹൽ ഹൈർ എന്ന് എഴുതുക. സ്വബാഹൽ ഹൈർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബബുആ തിരിച്ചു പറയും സ്വബാഹൻ നൂർ എന്ന് പറയും അല്ലേ. സ്വബാഹൻ നൂർ. ലിമ താഹർത്ത, നീ എന്താ ലേറ്റ് ആയത്? ഫാസിൽ സുർത്ത് സ്വദീഖി റാഹിൽ. ഇതെന്താണ്? ഞാൻ എൻ്റെ സ്വദീഖ് റാഹിലിനെ കണ്ടു. അപ്പോൾ ബബുആ എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫാസിൽ പറയുന്നുണ്ട് അസാബ ബെരിജിലെത്തി ജുർഹ്. എന്താണ്? അവനക്ക് കാലിൽ ഒരു മുറിവ് പറ്റിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ അവിടെ ലിമ എന്നാണ് നമ്മളതിന് ഉപയോഗിക്കുക. ലിമ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. ലിമ. അപ്പോൾ എങ്ങനെ? കൈഫ. ബബുആ ചോദിക്കുകയാണ് കൈഫ, എങ്ങനെയാണ്? ഡാഷ് മിനദ് ദർറാജാവിന്, സൈക്കിളിൽ നിന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? വീണു അല്ലേ. അപ്പോൾ സക്കത്ത എന്നാണ് എഴുതേണ്ടത്. സക്കത്ത, അവന് വീണു. സക്കത്ത മിനദ് ദർറാജ, സൈക്കിളിൽ നിന്ന് വീണു. ദെൻ ബബുആ എന്തോ ചോദിക്കുന്നുണ്ട്. ഫാസിൽ പറയുന്നുണ്ട് ഫി ഫിനായിൽ ബൈത്ത്. എന്താണ്? അവന് എവിടെ? മറ്റേ വീടിൻ്റെ അടുത്താണ് വീണത്, മുറ്റത്താണ് വീണത്. ഫിനാ എന്ന് പറഞ്ഞാൽ മുറ്റത്താണ്. അപ്പോൾ എവിടെയാണെന്നാവും ചോദിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഐന എന്ന് എഴുതി കൊടുക്കുക. ഐന, എവിടെയാണ് വീണത് എന്ന് അർത്ഥത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു കോൺവെർസേഷൻ എഴുതേണ്ടത്. സിമ്പിൾ വാക്കുകൾ മാത്രമേ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യേണ്ടത് ആയിട്ടുള്ളൂ. അടുത്തത് നുക്കമ്മിൽ ഒക്കൂത്.
എന്താണ് ഇവിടെ കുറച്ച് സംഭവങ്ങൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ പാമ്പും കോലുമാണ് തന്നിട്ടുള്ളത് അല്ലേ, അത് നോക്കുക. എന്നിട്ട് മിൻ എന്താണ് ഇവിടെ നിന്ന് പാമ്പ് അവിടെ നിന്നിട്ടാണ് വരുന്നത്. എവിടെയാണ് 90-ലാണ് 90-ലാണ്. 90-ൽ എന്താ നമുക്ക് പറയാ, 90-ൽ നമ്മൾ തിസ്ഊൻ എന്നാണ് പറയുക. തിസ്ഊൻ നിങ്ങൾ നമ്പേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും. തിസ്ഊൻ എന്ന് എഴുതി കൊടുക്കുക. പിന്നെ അടുത്തത് 60-ആണ്. 60-ന് നമ്മൾ എന്താ പറയുക, 6-ന് സിത്ത എന്ന് പറയും, 60-ന് സിത്തൂൻ എന്ന് പറയും. സിത്തൂൻ. നെക്സ്റ്റ് ആണ്. അപ്പോൾ 90 മുതൽ ഇല എത്രയാണ്, ഡാഷ് അർബഊൻ. അർബഊൻ എന്ന് പറയുന്നത് ഏതാണ് നമ്പർ, 40-ആണല്ലേ. അപ്പോൾ 40 എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി മിൻ 60 മുതൽ സലാസൂൻ 30 വരെയാണ്. അപ്പോൾ അവിടെ എന്താ 30-ന് നമ്മൾ എങ്ങനെ എഴുതുക, ഇങ്ങനെയാണ് എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് മിൻ 50 മുതലാണ്. 50-ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഹംസൂൻ എന്നാണെന്ന്. ഇല 70. 70-ന് നമ്മൾ എന്താ പറയുക, 7-ന് സബ് എന്ന് പറയും, 70-ന് സബൂൻ എന്ന് പറയും. സബൂൻ. ഓക്കെ, സബൂൻ എന്ന് പറയും. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ ആ നമ്പർ മാത്രം അവിടെ ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്തത് താഴേക്ക് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നുക്കമ്മിൽ മൻലൂമ കമാഫിസത്തിൽ അവൽ. ആദ്യത്തെ വരി പോലെ നിങ്ങൾ ബാക്കിയുള്ള വരികളും എഴുതാനാണ്. ആദ്യത്തേത് അസ്സിദുക്കു മിനൽ ഇഹ്സാൻ അസ്സിദുക്കു മിനൽ ഇഖ്ലാസ്. എന്താണ് സത്യം പറയാ എന്നുള്ളത് നല്ല സ്വഭാവമാണ്. സത്യം പറയാ എന്നുള്ളത് ഇഖ്ലാസ് ആണ്, വളരെ നല്ല ഒരു വാത്സല്യമുള്ള കാര്യമാണ്. അടുത്തത് അസ്വബർ എന്ന് പറയുന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വബർ, ഹിൽമ്, കറമ, അതിൽ, റിഫ്ക് ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ച് ഒന്ന് ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. അസ്വബുറു മിനൽ ഇഹ്സാൻ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, മിനൽ ഇഹ്സാൻ. അതൻ അസ്വബുറു മിനൽ സ്വബറു മിനൽ ഈമാൻ. അടുത്തത് നമ്മൾ ഇതിൽ നിന്ന് വേറെ ഒരെണ്ണം എടുക്കുക, അൽ ഹിൽമു കൊടുക്കുക. ഓക്കെ, അൽ ഹിൽമു മിനൽ ഇഹ്സാൻ. ദെൻ അൽ ഹിൽമു മിനൽ ഇത്ഖാൻ. നെക്സ്റ്റ് നമ്മൾ അൽ കറമ എഴുതി കൊടുക്കുക. അൽ കറമ ഇതൊരു സെയിം വരി എഴുതി കൊടുക്കുക. പിന്നെ അൽ അതിൽ എഴുതി കൊടുക്കുക. അതിനുശേഷം അർ റിഫ്ക്കും എഴുതി കൊടുക്കുക. അർ റിഫ്ക്ക്. ഓക്കെ, ഇതേ സെയിം വരിയിൽ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്തത് നോക്കാം നമുക്ക്. നുലാഹിദ് സൂറ വനുക്കമ്മിൽ കമാഫിൽ മിസാൽ. താഴെയുള്ള എക്സാമ്പിൾ പോലെ എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. തന്നിട്ടുള്ളത് വസല. വസല എന്ന് പറഞ്ഞാൽ എത്തുക എന്നുള്ളതാണ്. അത്ത നൽകുക, ഹറജ പോയി, ഇഷ്തറ വാങ്ങുക, റജ വന്നു, വജദ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ ഓരോന്ന് നോക്കാം. ഓരോന്നിനനുസരിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾ ഇത് എഴുതി കൊടുക്കേണ്ടത്. ഒന്നാമത്തേത് അൽ വലതു മിനൽ ബൈത്തി എന്നുള്ളതാണ് അല്ലേ. അൽ വലതു മിനൽ ബൈത്തി. അവിടെ എന്തായിരിക്കും കൂട്ടുകാരെ എഴുതുന്നത്, അവിടെ എഴുതുന്നത് ഇതിലെ ഏതെങ്കിലും ഒന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതി കൊടുക്കാം, അവിടെ നമുക്ക് വജദ അപ്പോൾ നമുക്ക് ഹറജ എന്ന് എഴുതി കൊടുക്കാം അല്ലേ. പോയി, വീട്ടിൽ നിന്നും പോയി എന്നുള്ള അർത്ഥത്തിൽ ഹറജ എന്നുള്ളത് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് ഡാഷ് ഇല സൂക്കി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സൂക്കിലേക്ക് എന്ത് ചെയ്യാം, എത്തി എന്ന് എഴുതാം. വസല എത്തി, സൂക്കിലേക്ക് എത്തി. ദെൻ അടുത്തത് നമുക്ക് വജദ മിനല്ലത്തി മിനൽ മഹല്ല. വജദ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡാഷ് മിനല്ലത്ത് എന്നുള്ളതാണ്. അവിടെ എന്താണ്, മിനല്ലത്ത് എന്നാൽ കൊട. കൊട അപ്പോൾ വാങ്ങുകയാണല്ലോ. അപ്പോൾ ഇഷ്തറ എന്ന് എഴുതി കൊടുക്കാം. ഇഷ്തറ കൊട വാങ്ങി. ഡാഷ് ലിൽ ബയ്യായി മിയത്തേനി റൂബിയ. എന്താണ്, ബയ്യാനി മിയത്തേനി റൂബിയ. അവിടെ എന്ത് ചെയ്തു, കൊടുത്തു അല്ലേ. അപ്പോൾ ആഗ്ത എന്നാണ് വരിക. ആഗ്ത നൽകി, ആഗ്ത. ഇനി അടുത്തത് മിൻ സൂക്ക്. സൂക്കിൽ നിന്നും എന്ത് ചെയ്തു, മടങ്ങി. അപ്പോൾ നമ്മളവിടെ റജ എന്ന് എഴുതി കൊടുക്കുക. റജ. ഓക്കെ. ഇനി അടുത്തത് താഴെ ഒരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. നെഖ്താറുൽ അഫ്വാല് സുമ്മൽ നെക്തുബുഹ കമാഫിൽ മിസാൽ. ആദ്യം ഇതിൽ നിന്നും ഫിയലുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് താഴെയുള്ളത് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. യൗമൻ ദഹബ രാഹുൽ ഇലൽ മദ്രസത്തി. ഒരു ദിവസം രാഹുൽ മദ്രസയിലേക്ക് പോയി. വജദ മിൻ തൊരീക്കത്തി ഫറഹൻ. അവൻ വഴിയിൽ വളരെ സന്തോഷവാനായിരുന്നു. സക്കത്ത മിനൽ ഉഷ്. എന്താണ്, ആ സമയത്ത് ഒരു കൂടിൽ നിന്നും വീണു. അഹത്ത രാഹുൽ ഒരു ഫർഹ എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞാട്ടോ, കുഞ്ഞ്. അപ്പോൾ ഒരു കുഞ്ഞിനെ അവന് കണ്ടുപിടിച്ചു. വജതയുണ്ട്, വജത അവന് കണ്ടുപിടിച്ചു. വഴിയരികിൽ ഒരു കുഞ്ഞിനെ കണ്ടുപിടിച്ചു. അത് അതിൻ്റെ കൂട്ടിൽ നിന്നും വീണതായിരുന്നു. അഹദ രാഹുൽ ഫറഹ വഅത്താ ലഹുൽ മാ. അങ്ങനെ രാഹുൽ ആ ഒരു കുഞ്ഞിനെയുമായിട്ട് പോയി അതിന് വെള്ളമൊക്കെ കൊടുത്തു.
വവല മിനൽ ഉഷ്ഫിൽ ഉഷ് എന്നിട്ട് അതിനെ തിരിച്ച് ആ കൂട്ടിൽ തന്നെ വെച്ചു. വസല രാഹുൽ എന്നിട്ട് രാഹുൽ എത്തിച്ചേർന്നു ഫി മദർസത്തി മുതാഹിറൻ സ്കൂൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിയലുകൾ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ആക്ഷൻ വേർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് യദ്ഹബു, യദ്ഹബുവിനെ ദഹബ എന്നാക്കിയിട്ട് മാറ്റി. യദ്ഹബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, പ്രസന്റ് ടെൻസ് ആണ്. ഇത് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ യജിദു എന്നുള്ളതിന് എന്തായിട്ട് മാറും? അപ്പോൾ അത് ഇതിൻ്റെ ഈ തന്നെ ഇപ്പോൾ തന്ന പാരഗ്രാഫിലുണ്ട്. ഇവിടെ വജദ എന്നാണ് അല്ലേ. അപ്പോൾ വജദ എന്നുള്ളതാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വജദ എന്ന് എഴുതി കൊടുക്കുക. വജദ. എസ്കുത്തു എന്നതിൻ്റെ സക്കത്ത എന്നുള്ളതാണ് ഇതിലുണ്ട്, പറയുന്നുണ്ട് സക്കത്ത. ഓക്കെ, സക്കത്ത ഇതാണ് ഇവിടെ എഴുതേണ്ടത്, സക്കത്ത. അടുത്തത് യഹുദു എന്നതിൻ്റെ അഹദ എന്നായിട്ട് മാറും, അഹദ. അടുത്തത് യോത്തി എന്നുള്ളത് എന്തായിട്ട് മാറും? യോത്തി എന്നുള്ളത് ആത്ത എന്നായിട്ട് മാറും, ആത്ത. അടുത്തത് യസിലു എന്നുള്ളത് വസല എന്നായിട്ട് മാറും. ജസ്റ്റ് ആ പാരഗ്രാഫിലുണ്ട്, അതിവിടെ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.